പി പോസിറ്റീവിൽ ഇനി ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാം. അവർ ഗസ്റ്റിലേക്ക്. നേരത്തെ നമ്മൾ പറയുകയുണ്ടായി, ഒരുപാട് മികച്ച ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച MG രാധാകൃഷ്ണൻ സാറ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 4 വർഷം ആവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇന്ന് സംസാരിക്കാനായി അതിഥിയായുള്ളത് അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീമതി പത്മജ രാധാകൃഷ്ണനാണ്. സ്വാഗതം. ഒരുപാട് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായി നമുക്ക് ഈ ഒരു സ്റ്റോറി കാണാം. ഹൃദയകാരിയായ ഒരുപിടി മികച്ച ഗാനങ്ങളിലൂടെ മലയാളിയുടെ മനം കവർന്ന സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണൻ വിടവാങ്ങിയിട്ട് ഇന്ന് 4 വർഷം. ലാളിത്യമാർന്ന നിരവധി ഗാനങ്ങളാൽ കാലം രാധാകൃഷ്ണൻ്റെ ഓർമ്മകളെ ഇന്നും ആസ്വാദക മനസ്സിൽ സജീവമാക്കുന്നു. പാട്ടുകൾ കേൾക്കുമ്പോൾ 4 വർഷം എന്നുള്ളത് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. ഇന്ന് സങ്കടപ്പെടരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇപ്പോൾ ഇത്രയും ഭാഗങ്ങൾ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നല്ല ഓർമ്മകളാണെങ്കിൽ പോലും ഉള്ളിലൊരു വല്ലാത്തൊരു നൊമ്പരം. എപ്പോഴും ഓർമ്മകൾ, ഞാൻ പറയും, നല്ല സുഗന്ധമുള്ള ഓർമ്മകളാണ്. മനസ്സിലെപ്പോഴും നമ്മൾ അതേ കൊണ്ട് നടക്കാവുള്ളൂ. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോയി. അതിന് കൈരളി ഇത്രയും നല്ലൊരു ഇത് സൂക്ഷിച്ചു വെച്ചതിന് കൈരളിക്ക് പ്രത്യേകം നന്ദി. ചേച്ചി, ഇപ്പോൾ ഓർമ്മകൾ ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ, അല്ലെങ്കിൽ എന്ന് നോക്കുകയാണെങ്കിലും ഏറ്റവും ഒരു എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു മെമ്മറി, എന്നും മനസ്സിൽ നന്നായി നിൽക്കുന്ന ഒരു ഓർമ്മ എന്താണ്? എന്നും മനസ്സിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഒന്നിച്ച് നോക്കിയത് ഇപ്പം തന്നെ കണ്ടില്ലേ, അതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ. ഞങ്ങളൊരു 35 വർഷം ആണ് ഒന്നിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. അതിപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അതൊരു നല്ല കാലയളവ് തന്നെയാണ്. കാരണം പല ദാമ്പത്യ ബന്ധങ്ങളും കുറച്ച് നാളുകൾ കൊണ്ട് ശിഥിലമായി പോവുക, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വിഷമങ്ങൾ വന്ന് മാറി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നടക്കുന്ന ഈ കാലത്ത് ഞങ്ങൾക്ക് ഈ 35 വർഷം ഒന്നിച്ച് ജീവിക്കാൻ പറ്റി. അങ്ങോട്ടും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളതൊക്കെ അതിജീവിച്ച് 35 വർഷം എന്ന് പറയുന്നത് എൻ്റെ ഒരു എന്താ പറയുക, ഓരോന്നും ഓർക്കുമ്പോഴും എനിക്ക് നല്ല ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കാനാണ് എനിക്കിഷ്ടം. MG രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകൻ, അദ്ദേഹം കമ്പോസ് ചെയ്ത ഏത് പാട്ടാണ് ചേച്ചി ആദ്യമായിട്ട് കേട്ടത്? കമ്പോസ് ചെയ്ത പാട്ട് കേട്ടത് കല്യാണത്തിന് മുൻപാണ്. ചേട്ടൻ അന്ന് ആകാശവാണിയിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റായിട്ട് കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ 1975 സീനിയർ മ്യൂസിക് കമ്പോസറാവുന്നത്. അപ്പോൾ A ഗ്രേഡ് കമ്പോസറായിരുന്നു പിന്നെ റിട്ടയർ ചെയ്യുമ്പോൾ. അപ്പോൾ ചേട്ടൻ്റെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചേട്ടന് പിന്നണി ഗായകനായിട്ടാണ് ആദ്യം രംഗത്ത് വരുന്നത്. അപ്പോൾ റേഡിയോ സ്റ്റേഷനിൽ ജോലിയുടെ സമയത്ത് നമ്മൾ, അന്നത്തെ മീഡിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ TV ചാനലൊന്നുമില്ല, റേഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റേഡിയോയുടെ മുമ്പിലായിരിക്കും സമയം. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ റേഡിയോ നാടകങ്ങൾ അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കുക എന്നുള്ളതാണ് അന്നത്തെ ഹോബി. അപ്പോൾ ചേട്ടൻ പാടിയ പാട്ടെന്ന് പറഞ്ഞ്, സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത് സിനിമയിലെ ഉണ്ണിഗണപതി കള്ളിച്ചെല്ലമ്മയിലെ ആദ്യം പാടിയ ഉണ്ണിഗണപതി എന്നുള്ള പാട്ട്. പിന്നീട് കുമാരസംഭവത്തിലെ മല്ലാക്ഷി മണിമാറിൽ, ഇതൊക്കെ നമ്മൾ ഇത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വശ്യത ആ ശബ്ദത്തിന്. പിന്നെ ശരശയിലെ ശാരികെ ഉത്തിഷ്ഠത ജാഗ്രത, ആ പാട്ട് കേൾക്കുമ്പോഴാണ് ശരിക്കും എനിക്കിന്നും ആ പാട്ടിനോട് എനിക്ക് അന്ന് തോന്നിയിട്ടില്ല അതേ വികാരത്തോടുകൂടി ഞാൻ ആ പാട്ട് ഇന്നും കേൾക്കും, ഇത്ര വർഷങ്ങൾ കഴിഞ്ഞാലും. അതെ, ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ അവസരത്തിൽ രാധാകൃഷ്ണൻ സാറിനെ ഓർക്കാനായി സംഗീത സംവിധായകൻ ശ്രീ M ജയചന്ദ്രൻ ചേരുകയാണ്. വളരെ അദ്ദേഹത്തിനെ കുറിച്ച് വിവരിക്കാൻ നമുക്ക് വാക്കുകളില്ല. രാധാകൃഷ്ണൻ സാറിനെ കുറിച്ച് എന്താണ്, താങ്കളും ഇപ്പോൾ ആ ഒരു പാതയിലൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ അവസരത്തിൽ ഏത് രീതിയിലാണ് അദ്ദേഹം സ്വാധീനിച്ചിട്ടുള്ളതെന്ന് ഞങ്ങളോട് പങ്കുവെക്കാമോ? ആദ്യമായി എൻ്റെ ചേച്ചിയമ്മ പത്മജ ചേച്ചിക്ക് നമസ്കാരം. ഈ ഓർമ്മ ദിവസത്തിൽ, രാധാകൃഷ്ണന്റെ ഓർമ്മ ദിവസത്തിൽ, രാധാകൃഷ്ണന്റെ സംഗീതം എന്ന് പറയുന്നത് അത് അനശ്വരമാണ്. നമ്മുടെ ഹൃദയത്തോട് ചേർക്കുന്നതാണ്, ഒരിക്കലും നമ്മളെ വിട്ട് പിരിയാത്തതാണ്. ആ സംഗീതം എന്ന് പറയുന്നത് അതിനൊരു മാജിക് ഉണ്ട്. മാജിക് എന്ന് പറഞ്ഞാൽ നന്മയുടെ മാജിക് ഉണ്ട്, പ്യൂരിറ്റിയുടെ മാജിക് ഉണ്ട്, ശുദ്ധത എന്ന് പറയില്ലേ. അനാവശ്യമായ ഗിമിക്സ് ഇല്ലാത്തതാണ്. അതൊക്കെ തന്നെയാണ് എന്റെ സംഗീതത്തിൽ ഞാനും
മുഖമുദ്രയായിട്ട് കൊണ്ടു നടക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്. രാജേഷിന്റെ സംഗീതം എന്നെ പോലെയുള്ള സംഗീത സംവിധായകർക്ക് എന്നും വഴികാട്ടിയായിട്ട് നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗാനങ്ങളുടെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് ലാളിത്യമാണ്. ലളിതമായി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ സംഗീതം സ്പർശിക്കും അല്ലെങ്കിൽ സ്പർശിക്കാം എന്നുള്ളതിന്റെ തെളിവായിട്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഞാൻ കാണാറുണ്ട്. പല രാഗങ്ങളും അവയുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രയോഗങ്ങളിലൂടെ, അതേസമയം സിമ്പിൾ ആണെങ്കിലും അതിനൊരു വ്യത്യസ്തത അദ്ദേഹത്തിന്റെ സംഗീതത്തിലൂടെ വരുമ്പോൾ അതിനൊരു വ്യത്യസ്തത നമുക്ക് ഫീൽ ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങള്. മൗനമേ എന്നുള്ള ഗാനം ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ ഒന്നായിട്ട് ഞാൻ അതിന് കല്ലിന് പോലും ചിറകുകൾ നൽകി കന്നി വസന്തം പോയി എന്നുള്ള ആ ഭാഗത്ത് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന സംഗീതം, അതിൽ ഒരു ടെക്നിക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അത് വിവരിക്കുന്ന ഒരു സ്ഥലമല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. പക്ഷെ അത്തരത്തിലുള്ള ടെക്നിക്സ് ഉണ്ട്, അദ്ദേഹം ഒളിച്ചു വെച്ചിരുന്ന ടെക്നിക്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മഹാനായ കലാകാരന് മാത്രം ആവിഷ്കരിച്ച് അതിനെ വളരെ ബുദ്ധിപൂർവം, അതേസമയം കലാപരമായ രീതിയിൽ തന്നെ സർഗധനപരമായിട്ട് തന്നെ അതിനെ ഒളിച്ചു വെച്ച് അതിനെ വളരെ ബ്യൂട്ടിഫുൾ ആക്കുന്ന, വളരെയധികം സൗന്ദര്യം കൊടുക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ ഈ ഓർമ്മ ദിവസം തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിനെ ഓർക്കുന്നു. അദ്ദേഹം എനിക്ക് ഗുരുതുല്യനായിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മ എപ്പോഴും നമുക്ക് പുതിയ സംഗീതത്തിന് വഴി കാട്ടട്ടെ എന്നും അത് അനുഗ്രഹമാവട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. പത്മജ ചേച്ചിക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് ചേച്ചി പറയുന്നു, അപ്പോ അതുകൂടെ നമുക്ക് കേൾക്കാം. കുട്ടാ, ഞാൻ എന്താണ് ചോദിക്കാൻ വരുന്നത് കുട്ടനറിയാം. ഇന്നത്തെ ഈ ഓർമ്മ ദിവസം എനിക്ക് വേണ്ടി ഒരു 4 വരി കുട്ടൻ എനിക്ക് പാടി കേൾപ്പിച്ചു തരണം. ഏതാണ് ഞാൻ പാടേണ്ടതെന്നുള്ളത് ഞാൻ പറയണോ? എനിക്കറിയാം ചേച്ചി, എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പനി. അത് സാരമില്ല, ഒരു 2 വരി അല്ല കുട്ടൻ ഏത് അവസരത്തിൽ പാടുക അത് പ്രേക്ഷകർ മനസ്സിലായിക്കോളും. എനിക്ക് വേണ്ടി കുട്ടൻ ആ 4 വരി നിന്നെ ഞാൻ കാണുന്നു. നിന്നെ ഞാൻ കാണുന്നു താരാപഥങ്ങളിൽ, നിന്നെ ഞാൻ തേടുന്നു പൂമുഖവാതിൽ, നിൻഗന്ധമറിയുന്നു വിരിയുന്ന പൂക്കളിൽ, നിൻ സ്പർശമറിയുന്നു കാറ്റിൻ തലോടലിൽ. എനിക്ക് അല്ല സാരമില്ല കുട്ട, കാരണം വയ്യാഞ്ഞിട്ടും എനിക്ക് വേണ്ടി സത്യം പറഞ്ഞ ഞാൻ എഴുതി കുട്ടൻ സംഗീതം ചെയ്ത് എനിക്ക് കുട്ടൻ അത് സീഡിലാക്കി തന്നൊരു പാട്ടാണ്. അല്ലത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്കത് ഏറ്റവും വലിയ സന്തോഷമായി ഇപ്പൊ പാടിക്കേട്ടത്. അത് ആ പാട്ട് ചെയ്യാൻ പറ്റിയത് എന്തോ രാധാകൃഷ്ണൻ ചേട്ടന് എന്നെ നിയോഗിച്ച പോലെ എനിക്ക് തോന്നുന്നു. നീ തന്നെ ഇത് ചെയ്താൽ മതിയാണ്. അങ്ങനെയാണ് സംഭവിച്ചത്. അതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വളരെ നന്ദി ശ്രീ എം ജയചന്ദ്രൻ ഈ അവസരത്തിൽ ഞങ്ങളോടൊപ്പം സംസാരിച്ചത്, ഓർമ്മകൾ പങ്കുവച്ചതിന്. ഈ ഒരു പാട്ട് എന്തുകൊണ്ടാണ് ഈ ചേച്ചി ചോദിച്ചു, അദ്ദേഹത്തിന് ഇത് മനസ്സിലായി, പക്ഷെ ഇവിടെ ഇരുന്ന സൈഡിലിരുന്ന് എനിക്ക് മാത്രം എന്താണ് സംഭവിക്കുന്നത് ഒരു പിടിക്കിട്ടില്ല. അതെ അതെ, ഞാൻ അറിയുന്നില്ല കുട്ടിനെ നിങ്ങൾ വിളിക്കാൻ ഇരിക്കുന്നു എന്നുള്ളത് പോലെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരാളിൻ്റെ മനസ്സ് ഇപ്പം ഞാൻ അത് എഴുതി കഴിഞ്ഞപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലോടി വരുന്നത് കുട്ടൻ സംഗീതം ചെയ്യുക. ആദ്യം എനിക്ക് സങ്കടം വന്നു, അയ്യോ ചേട്ടനില്ലല്ലോ ഇത് ചെയ്യാൻ എന്ന് സങ്കടം വന്നു. പക്ഷേ ഞാൻ പിന്നെ ആലോചിച്ച് സമാധാനിച്ചത്, തീർച്ചയായിട്ടും ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പാട്ട് ഞാൻ എഴുതിയില്ലായിരുന്നു. ഇത് ചേട്ടനെ സമർപ്പിക്കുന്ന വരികളാണ്. അതിനകത്ത് മുഴുവൻ ബാക്കിയുള്ള വരികളെല്ലാം ചേട്ടനെ മനസ്സിൽ കണ്ടുകൊണ്ടാണോ എഴുതിയതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എൻ്റെ മനസ്സിൽ ഒരു ദിവസം രാത്രി ഒരു വല്ലാത്തൊരു എന്താ പറയേണ്ട ഡിപ്രഷനാണോ ഫ്രസ്ട്രേഷനോ എന്തൊക്കെയോ വന്ന് രാത്രി ഒരു 12 മണിക്ക് ശേഷം ഞാൻ എപ്പോഴും ഒരു ഡയറിയും പേനയും അടുത്ത് വയ്ക്കും. മനസ്സിൽ വരുന്നത് കുറിച്ചങ്ങ് വയ്ക്കും. കാരണം രാവിലെ ആകുമ്പോൾ മറന്നു, സ്വപ്നം കണ്ട് മറന്നിക്കുന്ന പോലെ നമ്മൾ മറക്കും. ഇത് ലൈറ്റ് പോലും ഇടാതെ ഞാൻ എഴുതി കുറിച്ച് വെച്ച വരികളാണ്. വരി ഒരു ഫുൾ 16 വരികളുണ്ട്, 16 അല്ല കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് എഴുതി കഴിഞ്ഞ് എൻ്റെ മോളെ കേൾപ്പിച്ചു.
ആ മോൾക്ക് അവർക്കെല്ലാവർക്കും മോനെയും അവർക്കൊക്കെ വല്ലാണ്ട് ഇങ്ങനെ ഹോണ്ടിങ് ആയി. അപ്പം ഉടനെ ഞാൻ തന്നെ കുട്ടനെ വിളിച്ചു, കുട്ടാ ഇങ്ങനെ ഒരു പാട്ട് ഒന്നിനു വേണ്ടിയിട്ടല്ല, ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, എനിക്ക് കുട്ടനെ സംഗീതം ചെയ്തു തരണം. അപ്പോൾ പറഞ്ഞു, ഞാൻ ചേച്ചി ഞാൻ രാമേശ്വരത്ത് നിൽക്കുകയാണ്, ഞാൻ വന്ന ഉടനെ അത് അങ്ങനെ വന്നു. ഇത് എനിക്ക് CD ആക്കി തന്നു. എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. ചേച്ചി ഇപ്പോൾ അദ്ദേഹം ശ്രീ MJ ചന്ദ്രൻ സൂചിപ്പിക്കണം മൗനമേ എന്നുള്ളൊരു ഗാനത്തെക്കുറിച്ച്. ആ പാട്ട് കേട്ടപ്പോൾ ഈ അവസരം ചോദിക്കാൻ പറ്റുന്നതാണെന്നറിയില്ല, എന്നാലും ഈ പാട്ടുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില വിവാദങ്ങൾ, അത് ചേട്ടനുള്ളപ്പോഴും ജീവിച്ചിരുന്ന സമയത്തും ഉണ്ടായിട്ടുള്ളൊരു വിവാദമാണ്. അത് അതിനെപ്പറ്റി കുട്ടൻ അറിയാമെന്ന് എനിക്കറിയില്ല. കാരണം ഒരുപാട് സംഗീതജ്ഞർ തന്നെ ഇതിനെക്കുറിച്ച് വിമർശിച്ചിട്ടുണ്ട്. ഈ മൗനമേ എന്ന വാക്ക് ഈ ഉച്ചസ്ഥായിൽ പാടിയിട്ട് ഇങ്ങനെ നിലവിളിക്കുന്ന പോലെ പാടുക എന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ ചോദിച്ചോട്ടെ, മൗനമേ എന്നുള്ള വാക്ക് നിലവിളിക്കണ്ട, മൗനം എന്ന് പറഞ്ഞാലും മതി. അപ്പം മൗനമാവോ? മൗനം എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? സൈലൻസ്. അപ്പം എന്ന് പറയണല്ലേ, എന്ന് പറയണം. അപ്പം മൗനമാവും പാട്ട്. ഈ പാട്ടിനൊരു എക്സ്പ്രഷൻ, ഒരു വാക്കിനൊരു എക്സ്പ്രഷൻ ഇല്ലേ, മൗനമേ നിറയും മൗനമാണ്. ഇതിനെപ്പറ്റി ജാനകി അമ്മ പോലും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് നാളുകളായിട്ട് പല സംഗീതജ്ഞരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് വേദന. കാരണം ശുഭപന്തുരാളി രാഗം ചേട്ടനത് പ്രത്യേകിച്ച് ഉദ്ദേശിച്ചിട്ട് ആ രാഗം എടുത്ത് ചെയ്യണം എന്ന് തോന്നിയിട്ട് അങ്ങനെ ആ രാഗത്തിൽ ചെയ്തൊരു പാട്ടാണ്. ഇപ്പോൾ കുട്ടൻ പറഞ്ഞില്ലേ, ആ കല്ലിന് പോലും ചിറകുകൾ നൽകി കന്നിവസന്തം പോയി. സത്യം പറഞ്ഞാൽ എന്തൊരു മനോഹരമായ ഒരു ഈണമാണ് വരികളും, പൂച്ചൽ ഖാദറിൻ്റെ വരികളും. അപ്പം നമുക്കത് പിന്നെ ഈ പാട്ടിന് വളരെ കേസ്റ്റായിൽ മൗനം എന്ന് പറഞ്ഞാൽ ഈ പാട്ട് എങ്ങനെ ഇരിക്കും? അപ്പം എനിക്കത് ഇത് പറഞ്ഞവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എനിക്കിതിനെപ്പറ്റി പറയാൻ ഒരറിവുമില്ല. രാഗത്തെക്കുറിച്ച് പറയാനോ അതിൻ്റെ ഭാവത്തെക്കുറിച്ച് പറയാനോ എനിക്കറിവില്ല. കാരണം MG രാജേഷിൻ്റെ ഭാര്യ എന്നുള്ള സ്ഥാനം കൊണ്ടുമല്ല, ഞാനൊരു ആസ്വാദകയാണ്, ഒരു വിമർശകയായതുകൊണ്ട് ഞാൻ പറയാണ്, ചേട്ടൻ ചെയ്തുകൊണ്ട് മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഈ വാക്ക് സൈലൻസ് എന്നുള്ള വാക്കിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളത് ആരെങ്കിലും അത് ഈ പറഞ്ഞവർ വിമർശിച്ചവർ ഒന്ന് കാണിച്ചു തരട്ടെ. തീർച്ചയായും. പൂവച്ചൽ ഖാദർ ജാനകിയമ്മ കൂട്ടുകെട്ടിൽ പറഞ്ഞ മറ്റൊരു ഗാനം നാഥാ നീ വരും. അതൊരു സൂപ്പർ പാട്ടാണ്. കാരണം ഇവർ രണ്ടുപേരുടെയും കോമ്പറ്റീഷനിൽ മുമ്പ് ലളിതഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റേഡിയോയിൽ പിന്നെ ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, പിന്നെ രാമായണ കിളി, ശാരീരപ്പയങ്ങൾ, ഇതൊക്കെ അന്നത്തെ ലളിത സംഗീത പാഠത്തിൽ ഒരുപാട് പേര് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പാടിയിട്ടുള്ള പാട്ടുകളാണ്. അപ്പം അങ്ങനെ എനിക്കൊന്ന് ജയദേവ കവി കേട്ട സമയത്താണ് ഭരതേട്ടൻ ഇങ്ങനെ ഒരു പടം ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ വേണം. ആദ്യം ആരവം ചെയ്തപ്പോൾ ചേട്ടനും പണിക്കരേട്ടനുമായിരുന്നു, കാവാലനാരായണ പണിക്കരും. പിന്നെ പൂവച്ചൽ ഖാദറും ചേട്ടനുള്ളൊരു കോമ്പിനേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു പാട്ട് അവർ രണ്ടുപേരും കൂടെ നാഥാ നീ വരും എന്നുള്ള പാട്ട്, അത് ശരിക്കും എക്കാലത്തെ അല്ലേ സൂപ്പർ ഹിറ്റാണ്. തീർച്ചയായും. ഇപ്പോൾ ഒരു സർപ്രൈസ് ഉള്ളത് പൂവച്ചൽ ഖാദർ അദ്ദേഹം തന്നെ നമ്മളോടൊപ്പം ലൈനിൽ ചേരുകയാണ്. സ്വാഗതം. അതോടൊപ്പം ഈ ഒരു ദിവസം ഇനി പ്രത്യേകിച്ച് ദിവസത്തെക്കുറിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഈ ഓർമ്മ ദിവസത്തിൽ എങ്ങനെ അദ്ദേഹത്തെ ഓർക്കുന്നു, കൂട്ടുകെട്ടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. റേഡിയോയിലും അതുപോലെ തന്നെ നാഥാ നീ വരും, മൗനമേ തുടങ്ങിയ പാട്ടുകളെയൊക്കെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. എന്താണ് ഇതിനോടൊപ്പം ചേർക്കാനുള്ളത്? ശ്രീ പൂവച്ചൽ ഖാദർ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും സമയം സംസാരിച്ചുകൊണ്ടിരുന്നതും റേഡിയോയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ സിനിമകൾക്ക് വേണ്ടിയും ചെയ്ത പാട്ടുകളെ കുറിച്ചാണ്. എങ്ങനെ അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഓർക്കുന്നു, എന്താണ് ഇതിനോടൊപ്പം ചേർക്കാനുള്ളത്? ഇത് രാധാകൃഷ്ണേട്ടനുമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നതന്നെ ആകാശവാണി പാട്ട് ആയിട്ടായിരുന്നു. രാമായണക്കിളി, ശാരീരപ്പെങ്കില്, പിന്നെ ജയദേവ കവിയുടെ ഗീതികൾ കേട്ടിട്ട് രാധേ ഉറക്കമായോ. അപ്പൊ ഇത് തന്നെയാണ് ഞങ്ങള് സിനിമ ചെയ്യാനുണ്ടായ കാരണം. ഈ പാട്ടുകള് ഭരതേട്ടന് വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളായിരുന്നു. അങ്ങനെയാണ് തകര എന്ന പടത്തില് ഞാൻ രാധാകൃഷ്ണൻ ചേട്ടൻ ഒരുമിക്കുന്നത്. അപ്പൊ അതില് മൗനമേ കുടയോളം ഭൂമി രണ്ട് പാട്ടായിരുന്നു അതിൽ ചെയ്തത്. അതിന്റെ ഒരു കമ്പോസിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു. കാരണം ഞങ്ങളൊരു ആകാശവാണിക്ക് വേണ്ടി പാട്ട് ചെയ്യുന്ന മാതിരിയുള്ള പോലെ തന്നെ ഉള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു കമ്പോസിങ് ഇതായിരുന്നു. കാരണം അന്ന് മാത്രമല്ല, ഇപ്പോഴും സിനിമ കമ്പോസിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു
ആഘോഷ രീതിയിലൊന്നും അല്ലാതെയുള്ള ഒരു കമ്പോസിങ് ആയിരുന്നു. അപ്പൊ മദ്രാസില് ഒരു PC സുകുമാരൻ സാറിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതില് ഞങ്ങള് 4 പേരായിരുന്നു കമ്പോസിങ് ടൈമിലുണ്ടായിരുന്നു. ഭരതേട്ടൻ, പിന്നെ നെടുമുടി വേണു, രാധാകൃഷ്ണൻ ചേട്ടൻ, ഞാൻ. അപ്പൊ അതിലന്ന് ഈ പാട്ടിന് തബല വായിച്ചത്, കമ്പോസിങ് സമയത്ത് തബല വായിച്ചത് നെടുമുടി വേണമായിരുന്നു. അപ്പൊ വളരെ ഹൃദ്യമായ ഒരു അനുഭവം. അതുപോലെ ഈ കമ്പോസിങ്ങിന്റെ അടുത്ത ദിവസം തന്നെയാണ് ഇതിന്റെ റെക്കോർഡിങ്. അപ്പൊ റെക്കോർഡിങ് പിന്നെ അന്ന് ജാനകിയമ്മ പാടാൻ വരുന്നത് ഒരു 9 മണിക്ക് ശേഷമായിരുന്നു രാത്രി. അപ്പൊ വളരെ പെട്ടെന്ന് വന്ന് പാടിയിട്ട് പോകാം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. പക്ഷെ ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ അവര് വളരെ ഒരു ഡിസ്റ്റർബ്ഡ് ആകുന്ന, കാരണം ഇത്രയും ഒരു പാട്ട് ആ ഒരു ഡെപ്തുള്ള ഒരു പാട്ടാണെന്ന് ധരിച്ചിരുന്നിട്ട്, അങ്ങനെ ശരിക്കും അവരാ പാട്ട് ഉൾക്കൊള്ളുകയും അതുപോലെ തന്നെ ആവർത്തിച്ച് പാടുകയും ചെയ്ത ഒരു പാട്ടായിരുന്നു. അപ്പൊ ആ വർഷത്തെ ഒരു ജാനകിയമ്മയുടെ അവാർഡ് സോങ്ങും കൂടെ ആയിരുന്നു അത്. അപ്പൊ അങ്ങനെ രാധാകൃഷ്ണൻ ചേട്ടനായിട്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ വളരെ കുറവാണെങ്കിലും ആ പാട്ടുകൾ ഇപ്പോഴും ജീവിക്കുന്നവയാണ്. അപ്പോഴാ അതുപോലെ തന്നെ വ്യക്തിപരമായ ധാരാളം അനുഭവങ്ങൾ, ഓർമ്മകൾ, ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. തീർച്ചയായും വളരെ നന്ദി ശ്രീ പൂവച്ചൽ ഖാദർ. നമ്മൾ സംസാരിച്ച് ശരിക്കും തുടങ്ങിയത് ഓൾ ഇന്ത്യ റേഡിയോയിലെ അന്നത്തെ ക്ലാസ്സസ് ഒക്കെ, പ്രത്യേകിച്ച് ആ ജനറേഷനിലെ എൻ്റെ അമ്മയൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഗീതപാഠം അത് എല്ലാവർക്കും അതെ. ആ കഴിഞ്ഞ തലമുറയിൽ ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്ന് പറഞ്ഞാൽ കോളേജിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് സംഗീതപാഠം ഒരു 7:45 അത് കേട്ട ഉടനെ തന്നെ ഓടിപ്പോയി ബുക്കും പെൻസിൽ എടുത്തുകൊണ്ട് പേൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഉടനെ കുറിച്ച് വയ്ക്കും. പിന്നെ അടുത്ത് അത് പഠിപ്പിക്കുന്നത് നമ്മൾ എല്ലാവരും കേട്ടിട്ട് പഠിക്കുകയല്ലേ. അത് പാടുന്നവരും പാടാൻ അറിയാത്തവരും അറിയുന്നവരും എല്ലാവരും അങ്ങ് പഠിക്കുകയാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ പാട്ടിനോടൊരു പ്രത്യേക ഒരു ബന്ധം നമ്മൾ ആ പാട്ടുമായിട്ടുണ്ടാവുക. അത് പിന്നെ ഓർക്കസ്ട്രയോട് കൂടി 4 ക്ലാസ് കഴിയുമ്പോൾ ഓർക്കസ്ട്രയോട് കൂടി ഇത് കേൾക്കാം, വാദ്യവൃന്ദത്തോടുകൂടി ഇത് കേൾക്കാം എന്ന് പറയുമ്പോൾ നമ്മളതും കേട്ടുമ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ഗുരുമുഖത്തിൽ നിന്ന് നേരിട്ട് പഠിക്കുന്ന ഒരു എഫക്റ്റാണ് ഈ പാട്ടെന്ന് പറയുമ്പോൾ. ചേട്ടൻ പറയായിരുന്നു ആ സമയത്ത് എവിടെയോ ഒരു കച്ചേരിക്ക് പോയ സമയത്ത് ബന്ധം ഒന്നും ഭക്ഷണം കിട്ടാൻ വഴിയൊന്നും ഭക്ഷണം കിട്ടാൻ നിർത്തിയില്ല. അപ്പോൾ ഒരു വീട്ടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയപ്പോൾ റേഡിയോയിൽ ഒരു രാമായണക്കിളി കേൾക്കുന്നു. അത് പഠിപ്പിക്കുന്നത് കേൾക്കുന്നു. അപ്പം ഞാൻ പഠിപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ വിഷ്വലില്ലാത്തതുകൊണ്ട് അവർക്ക് കണ്ടാലും തിരിച്ചറിയില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് കയറിയിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ അത് പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ. അയ്യോ, അപ്പോഴത്തേക്ക് അവരൊക്കെ അങ്ങ് ബോധം കെട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പറയും എവിടെ പോയാലും എനിക്ക് ഭക്ഷണത്തിന് മുട്ട് വരുമില്ല ചേട്ടൻ പറയും. എവിടെ പോയാലും അതെ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്ന നീ വിചാരിക്കേണ്ടെന്ന് എപ്പോഴും പറയുമായിരുന്നു. അന്ന് ഈ ലളിതഗാനം ഈ സംഗീത പാഠമൊക്കെ കേൾക്കാൻ നേരത്ത് വിചാരിച്ചിരുന്നു 35 വർഷം ഒരുമിച്ചുണ്ടാവും? അത് ഞാൻ പറയാം. വിചാരിച്ചിരുന്നോ എന്ന് ചോദിച്ചില്ലേ, ആ വിചാരം നമ്മുടെ മനസ്സിൽ. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം മുതൽ ഇങ്ങനെ MGR എന്നുള്ള പേരിങ്ങനെ നമ്മൾ കോളേജിൽ കേൾക്കുന്നുണ്ട്. ഒരുപാട് ആരാധികമാരുണ്ട്. എനിക്കറിയാം അന്ന് കാണാനാണെങ്കിൽ അതിസുന്ദരൻ ഇങ്ങനെ, അന്ന് ജൂബയല്ല ഇടുന്നത്, വെള്ള സീത്രൂ ഷർട്ടും കോടിമുണ്ടും ഇങ്ങനെ കവളത്തെ മറുകും, ഒരു ആരും നോക്കി നിൽക്കുന്നു. ശരിക്കും ഏത് ആൾക്കൂട്ടത്തിലും വലിയ ഹൈറ്റ് കൊണ്ടാണ് ആളുകളെ ശ്രദ്ധിക്കുക, ഭയങ്കര ഹൈറ്റൊക്കെ. ഇതല്ല, ചേട്ടൻ്റെ ആ വേഷവിധാനം കൊണ്ട് തന്നെ ആളുകൾ ഏത് ആൾക്കൂട്ടത്തിലും ഇതാരാ എന്ന് ചോദിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. അപ്പം നമ്മളും അറിയാതെ പെൺകുട്ടികളെല്ലാവരും ആഗ്രഹിച്ചു പോകുന്നൊരു രൂപമാണോ ശബ്ദമാണോ എന്താണ് എന്നെ ആകർഷിച്ചത് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ എന്തൊക്കെയോ കൂടെ ഒരു മനസ്സിലൊരു അഡ്മിറേഷൻ അന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു പാട്ട് ഇങ്ങനെ, വാതുക്കലെത്തുന്ന നേരം ചിരിക്കുന്ന വാസന്തി പൂവാണ് ഭാര്യ, ദുഃഖം വരുമ്പോൾ തലോടി മയക്കുന്ന മൈക്കണ്ണിയാളാണ് ഭാര്യ. അത് KG സേതുനാഥ് എഴുതി, ചേട്ടൻ സംഗീതം ചെയ്ത് ചേട്ടൻ തന്നെ പാടി റേഡിയോയിൽ കൂടെ കേൾക്കുന്ന പാട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഭാര്യ ഞാനായിരുന്നെങ്കിൽ എന്ന് വെറുതെ, നമുക്ക് സ്വപ്നങ്ങൾ കാണുന്നൊരു പ്രായമാണ് അല്ലേ, മധുര 17 എന്ന് പറയുന്ന സമയം നമ്മൾ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങും. അപ്പോൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ഈ രൂപവും ഈ ശബ്ദവും കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരാണ് ട്വിൻസ്, ഞാനും ഗിരിജയും. ഞങ്ങൾ ഒറ്റ പോലെ ഇരിക്കും, ഐഡൻറ്റിക്കൽ ട്വിൻസാണ്.
പക്ഷെ അത് എൻ്റെ മനസ്സിൽ തോന്നാൻ എൻ്റെ മനസ്സിൽ മാത്രം തോന്നാൻ, അത് വിധി എന്നെ കൊണ്ട് തോന്നിപ്പിച്ചാണ്. ഈ ആളാണ് എൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത്, ഈ ആൾ എൻ്റെ ആണ് എന്നെനിക്ക് തോന്നണമെങ്കിൽ അത് നിമിത്തമാണ്, വിധിയാണ്, അല്ലാതെ വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല. അത് അങ്ങനെ സംഭവിച്ചില്ല. അത് പറഞ്ഞാൽ നമ്മൾ വളരെ ആഗ്രഹിച്ചാൽ, അങ്ങേയറ്റം ആഗ്രഹിച്ചാൽ ഒരു കാര്യം നടക്കും. അതിനെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അതിന് നിമിത്തങ്ങൾ, പല നിമിത്തങ്ങളായി ഞാൻ എഴുത്തും പാട്ടെഴുത്തും ഒക്കെ നിമിത്തങ്ങളായി വന്നു എന്നല്ല. നിമിത്തങ്ങളെ കുറിച്ച് കൂടി ചോദിക്കാനുണ്ട്. നമ്മളോടൊപ്പം ഗായകൻ ശ്രീ കലറുഗോപൻ ചേരുകയാണ്. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? നമസ്കാരം ചേച്ചി. നമസ്കാരം. ഓർക്കണോ, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അദ്ദേഹത്തെ ഓർക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളൂ ഞങ്ങളെപ്പോലുള്ളവർക്ക്, എന്നെപ്പോലുള്ളവർക്ക്. അതായത് അദ്ദേഹത്തിന്റെ ഊർജം, അദ്ദേഹം നമുക്ക് തന്ന ഊർജം അത്ര വലുതാണ്. ദിവസവും നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഓർക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനം? അല്ല, ഗോപൻ ഇവിടെ ഇന്നുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ ശാരീരികമായിട്ട് ചുമയുണ്ട്. അപ്പൊ ആന്റിബയോട്ടിക്കും കുറച്ച് ജലദോഷത്തിന് കഴിക്കുന്ന മരുന്നൊക്കെ കുറച്ച് സെഡേഷൻ ഉള്ളതാണ്. അപ്പൊ രാവിലെ അങ്ങോട്ട് വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഗാനം? ഒരുപാട് പാട്ടുകളുണ്ട്, പറയുക ബുദ്ധിമുട്ടാണ്, എന്നാലും ചോദിക്കുകയാണ്. സംശയമില്ല, ആര് ചോദിച്ചാലും പറയാറുള്ള ഫസ്റ്റ് പാട്ട് എന്ന് പറയുന്നത് സന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവിൽ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യാഹൃദയം. ഇത് തന്നെയാണ് എനിക്കും എല്ലാവരെയും പോലെ പ്രിയപ്പെട്ട പാട്ട്. പിന്നെ മാത്രമല്ല, അദ്ദേഹം എനിക്ക് തന്ന ഒരു വാത്സല്യം എന്ന് പറയുന്നത്, കാവും കോവിലകവും കുളവും ശാന്തിമലയും കാലം കോർത്ത കോര് തേടിയാത്രയായി മൗനം എന്നൊരു പാട്ടുണ്ട് ആഭരണ ചാർത്തില്. അത് ബിച്ചുവേട്ടൻ എഴുതിയ പാട്ടാണ്. എനിക്ക് എന്നെ കൊണ്ട് പാടിച്ച പാട്ടാണ് രാധാകൃഷ്ണൻ സാർ. അതും എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള പാട്ടാണ്. ചേട്ടന് രാധാകൃഷ്ണൻ സാർ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി ഗോപൻ മാത്രം. കാരണം എപ്പോഴും വഴക്ക്, ആ ഒരു കാര്യത്തിന് ഗോപൻ എത്ര വഴക്ക് കിട്ടിയാലും പിന്നെയും സാറ്. അപ്പൊ ചേട്ടന് ഇഷ്ടമല്ല. കാരണം എന്താ പറയുക, ആ ഇന്റിമസി പോകും എന്ന് എപ്പോഴും പറയാറുണ്ട്. മാഷെന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല, സാറെന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. അതെ, ഇനിയെങ്കിലും അത് അദ്ദേഹത്തെ കുറിച്ച് എന്നെ ചേച്ചിന്ന് വിളിക്കുമ്പോ ചേട്ടൻ തന്നെയാണ്. തീർച്ചയായും ഒരുപാട് നന്ദി ഈ അവസരത്തിൽ ഓർമ്മകൾ പങ്കുവച്ചതിന്, അതോടൊപ്പം ഘനശ്യാമ പാടി തന്നതിന്. രാവിലെ ഇരുന്നിട്ട് പറയായിരുന്നു ഗായകരാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് പാടിക്കായിരുന്നല്ലോ എന്ന് കരുതിയിരിക്കായിരുന്നു. എന്തായാലും എൻ്റെ ആ ഒരു ആഗ്രഹം കൂടി ഈ അവസരത്തിൽ നടന്നു. ചേച്ചി, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ നിമിത്തങ്ങളിലാണ്, വിട്ടിട്ടില്ല. അതെ, പ്രത്യേകിച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതിൽ നിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുകയാണ്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞതുകൊണ്ട് എനിക്കൊരു മടിയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും. എന്നാലും പെട്ടെന്ന് നിമിത്തങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിമിത്തങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഞാൻ എൻ്റെ കഥ അന്ന് ഷോർട്ട് സ്റ്റോറീസ് എഴുതുന്ന കാലമാണ്. അപ്പം അന്നത്തെ പ്രസിദ്ധീകരണങ്ങളിലെല്ലാം ജനേകം, കുങ്കുമം, മലയാളനാട്, മാതൃഭൂമി, അച്ചപ്പതിപ്പ്, ഇതിലെല്ലാം കഥകൾ പ്രസിദ്ധീകരിച്ച് വരും. അപ്പോൾ അതൊക്കെ ചേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിലതിനൊക്കെ വിമർശിക്കും ഒക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആയതുകൊണ്ട് ചേട്ടൻ ഞങ്ങൾ രണ്ടിനും തിരിച്ചറിഞ്ഞുകൂടാ. അപ്പം ചേട്ടനെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേര് വരുമ്പോൾ അല്ല ഒരാളുടെ മുഖം എന്നെ കാണുമ്പോൾ ഒന്ന് വികസിക്കും. അപ്പം അതായിരിക്കും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേര് വെക്കാതൊക്കെ കാർഡ് അയക്കും. ആ അയക്കുന്ന ആള് ഈ കക്ഷിയായിരിക്കും. അപ്പം അത് പത്മജയാണ്. പിന്നെ ഞാൻ വരച്ചേട്ടൻ്റെ ചിത്രം വരച്ച് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ പിന്നെ ഗ്രാജുവലി മനസ്സിലായ കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം പിന്നീട് ഒരു അവസരത്തിൽ 3-4 വർഷം ശരിക്കും മനസ്സിലിങ്ങനെ ഒരു ആരാധന കൊണ്ട് നടന്നിരുന്നു. പക്ഷെ ഒന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇഷ്ടമാണെന്നോ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടുമില്ല. പക്ഷെ എൻ്റെ മനസ്സ് അറിഞ്ഞ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ ഒരു ലളിതഗാനം എഴുതി ചേട്ടന് പേര് വയ്ക്കാതെ അയച്ചു കൊടുത്തു. അത് ആകാശവാണിയിൽ പഠിപ്പിച്ചു, പ്രക്ഷേപണം ചെയ്തു. ഇപ്പോൾ പ്രക്ഷേപണം കൂടെ മാറിപ്പോ. അല്ല, അന്ന് പ്രക്ഷേപണം ചെയ്തു. ആ പാട്ട്
കല്യാണത്തിന് മുമ്പല്ലേ. പ്രക്ഷേപണം ചെയ്യുന്നത് കേട്ടപ്പോഴേ ഞാനങ്ങ് ഞെട്ടിപ്പോയി. അതിങ്ങനെ പേര് വയ്ക്കാതെ അയച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ പേരും അഡ്രസ്സൊന്നും ഇല്ലാതെ പാട്ടയച്ചു തന്നാൽ കോൺട്രാക്റ്റ് തരാൻ പറ്റില്ല. അപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. കാരണം ഞാനാണെന്ന് മനസ്സിലായോ ഒന്നും വിചാരിച്ചിട്ടില്ല. പേര് വെക്കാതെ അയച്ചത് ഞാനാണ് അയച്ചത് എന്നുള്ള ചേട്ടൻ മനസ്സിലാക്കി. അപ്പോൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള എൻ്റെ അർത്ഥം. ആ പാട്ടും അതുപോലത്തെ ഒരു ലളിതഗാനമായിരുന്നു. ഏതായാലും എന്തോ മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി. പിന്നെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ തന്നെ ആലോചിച്ച് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ശരിക്കും തമ്മിൽ അറിയാമായിരുന്നു അറേഞ്ച്ഡ് മാരേജ്. ചേച്ചി, ഇപ്പോൾ നമ്മൾ സമയപരിമിതി മൂലം ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലും പെട്ടെന്ന് ഇനി ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലേക്ക് ചോദിച്ചു പോകാനായിരിക്കും. ഇപ്പം ഞാൻ നമ്മുടെ ഈ ഇന്ന് ചേച്ചിയാണ് വരുന്നതെന്ന് അറിഞ്ഞ് സാറിൻ്റെ പാട്ടുകളെക്കുറിച്ച് ഒന്നുകൂടെ നെറ്റിലേക്ക് നോക്കിയപ്പോഴാണ് അറിയുന്നത് അവാർഡുകൾ വളരെ കുറച്ചാണ് ലഭിച്ചിരിക്കുന്നത്. കാര്യം പാട്ടുകൾ ഇത്രയും അധികം പോപ്പുലർ സോങ്സ് മലയാളത്തിൽ അത് ഈ ശാസ്ത്രീയ സംഗീതമൊക്കെ ഉൾപ്പെടുത്തി രാഗങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മണിച്ചിത്രത്താഴ്, അതുപോലെ ദേവാസുരം പോലുള്ള സിനിമകളും ഒക്കെ. ചേട്ടന് കിട്ടേണ്ട അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് ഞാൻ തറപ്പിച്ച് പറയും. കാരണം ചേട്ടൻ ചെയ്തിട്ടുള്ള പാട്ടുകളുടെ അനുസരിച്ച് ഇപ്പോൾ ഒരുപാട് എണ്ണത്തിലല്ല, എങ്ങനെ അതിൻ്റെ ഗുണത്തിലാണ് കാര്യം അല്ലേ. അപ്പം ഒരു പാട്ട് ചെയ്താലും അത് മാസ്റ്റർ പീസ് ആണെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടും. ഇന്നത്തെ കാലത്ത് അത് കൂടുതലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അങ്ങനത്തെ പാട്ടുകൾ. ഒരു പാട്ട് പാടിയ ഗായകർ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഇത്ര പാട്ടുകൾ ചെയ്തിട്ടും ഇന്നും ഈ നാഥാനീവരും മൗനമേയും പിന്നെ മണിച്ചിത്രത്താഴിലെ പാട്ടുകളും സൂര്യകിരീടവും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സംഗീത സംവിധായകനെ എന്തുകൊണ്ട് അംഗീകരിച്ചില്ല? ഈ മണിച്ചിത്രത്താഴം ദേവാസുരം എന്ന് പറയുന്നത് ഒരു വർഷം 1993 ഏറ്റവും സൂപ്പർ ഹിറ്റ് 2 പടങ്ങൾ വരുന്നു. പടങ്ങളും അതുപോലെയായിരുന്നു. അപ്പോൾ പടം കുറച്ച് ഫ്ലോപ്പ് ആകുമ്പോഴാണ് പാട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്. മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞാൽ സിനിമ കുറച്ച് ഫാസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മുறை വന്ന് പാർത്തായ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ വന്നപ്പം ഈ പാട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഫാസ്റ്റിൽ പറഞ്ഞൊരു ഇൻ്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്. ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഫാസ്റ്റിലല്ലാതെയും പറയുമായിരുന്നു ചേട്ടൻ്റെ അടുത്ത്. കാരണം ഇത് ചേട്ടനാണ് ചെയ്യേണ്ടത്. ചേട്ടനത് അഡ്വാൻസൊക്കെ മേടിച്ചിട്ട് തിരിച്ചു കൊടുത്തു. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല കഥ കേട്ട് കഴിഞ്ഞപ്പോൾ. എന്നെക്കൊണ്ട് ചെയ്യാൻ അങ്ങനെ സംഭവം ഉണ്ടായി. കാരണം ഫാസ്റ്റിലിങ്ങനെ സീൻ ബൈ സീനായിട്ട് വന്ന് കഥ വിവരിക്കുകയാണ്. അപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലോട്ട് ആ ഡ്യുവൽ പേഴ്സണാലിറ്റിയൊക്കെ നമ്മളിലോട്ട് കയറുന്ന പോലെയൊക്കെ അങ്ങ് തോന്നും. ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചാണ് കഥ കേൾക്കുന്നത്. ചേട്ടൻ പറഞ്ഞു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് തിരിച്ചു കൊടുത്തു. ഫാസ്റ്റിൽ വന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇത് ചേട്ടനാണ് ചെയ്യുന്നത്, അതിനൊരു മാറ്റവും ഇല്ല. അത് ഫാസിലിൻ്റെ തീരുമാനമായിരുന്നു. കാരണം ഫാസിലിനറിയാം ആര് എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നുള്ളത് നന്നായിട്ട് അറിയാം. അതാണ് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒരു സംവിധായകൻ മ്യൂസിക് ഡയറക്ടർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ആ മണിച്ചിത്രത്താഴിൻ്റെ ഏറ്റവും അതിനകത്ത് വലിയ ത്രെഡ്. അതുപോലെ തന്നെ സംസ്ഥാന അവാർഡിൽ ഒരുപാട് അവാർഡ് ചേട്ടൻ അല്ലാതെ കിട്ടി. സംസ്ഥാന അവാർഡ് ഒഴിച്ച് അത് നിഷേധിക്കപ്പെടുക ചെയ്ത് തഴയപ്പെട്ടൊരു സംഭവമാണ്. അത് എൻ്റെ മനസ്സിൽ ഇന്നും ആ വേദന എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ ദേശീയ അവാർഡ് പോയപ്പോഴും ദേശീയ അവാർഡ് നേരപ്പം മണിച്ചിത്രത്താഴിന് 8 അവാർഡ് കിട്ടി, മ്യൂസിക്കിനൊഴിച്ച്, പാട്ടിനില്ല അവാർഡ്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇത്ര വർഷങ്ങൾ കഴിഞ്ഞു നമ്മൾ അതിനെപ്പറ്റി ഒന്ന് വിലയിരുത്തി നോക്കുക. എന്താണ് മണിച്ചിത്രത്താഴിലെ പാട്ടിന് സംഭവിച്ചത്? എന്താണ് ദേശീയ അവാർഡിലും സംസ്ഥാന അവാർഡിലും സംഭവിച്ചത്? എനിക്കിത് എവിടെയെങ്കിലും നമ്മുടെ മനസ്സിലിരിക്കുന്ന കാര്യം എനിക്ക് എവിടെയെങ്കിലും ഇത്ര കാലം കഴിഞ്ഞെങ്കിലും എനിക്ക് എവിടെയെങ്കിലും പറയണ്ടേ. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞു പോയതാണ്. എനിക്ക് വിഷമമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. ഇപ്പോൾ പല ആൾക്കാരെയും നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തിരിച്ചറിയില്ല. അവർ നമ്മളിൽ നിന്ന് പോയതിനു ശേഷമാണ് നമ്മൾ അവരെ എന്ന് വെച്ചാൽ അവരുടെ ചെയ്ത വർക്ക് പലരും ആ മരണ ദിവസം ഇത് എല്ലാ ചാനലുകാരും ഇത്രയും നല്ല കവർ ചെയ്തിട്ടുള്ള ഒരു കലാകാരനെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം നമുക്കൊന്ന് പിന്നീട് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അന്നൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. പിന്നീട് എല്ലാ ചാനലും ഒരുപോലെ ചേട്ടൻ്റെ പാട്ടുകളും എല്ലാം കവർ ചെയ്യുന്നു. അപ്പോൾ പലരും പറഞ്ഞു അയ്യോ അതെപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ചേട്ടൻ്റെ ആണെന്നുള്ളത്. അപ്പോൾ അത്ര പോലും പാട്ട് പോപ്പുലർ ആണെങ്കിൽ ഇന്ന ആളെ ചെയ്തു എന്നുള്ളത് പോലും അറിയപ്പെടാതെ പോയിട്ടുണ്ട്. ചേട്ടനൊന്നാമത് ഇങ്ങനെ ഇതിനോട്ടൊന്നും എക്സ്പോഷർ ഒന്നും ഇഷ്ടമല്ല. ഈ പിന്നെ ഇൻ്റർവ്യൂസിന് പോലും ഞാൻ നിർബന്ധിക്കുമ്പോഴാണ് ആ ഇൻ്റർവ്യൂവിന് പോലും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളത്. അത്ര വരട്ടെ എല്ലാത്തിനും ചേട്ടൻ്റെ ജീവിതം ചേട്ടൻ വളരെ സുഖകരമായിട്ടാണ് ജീവിച്ചത്. ഒരു രാജകുമാരനെ പോലെ തന്നെ ജീവിച്ചത്. പക്ഷേ ഒന്നിൻ്റെ പുറകെ പോയിട്ടില്ല, അവസരങ്ങളുടെ പുറകെ പോയിട്ടില്ല. ചുമ്മാ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നീ എന്താ ഞാൻ പാട്ട് ചെയ്തിട്ട് എനിക്ക് ആ ഇത് തരാത്ത എന്നൊക്കെ ഇങ്ങനെ വളരെ സ്വാതന്ത്ര്യമുള്ളവരോടൊക്കെ പറയും. അല്ലാതെ അയ്യോ എനിക്കൊരു പാട്ട് തരണേ, അടുത്ത പടത്തിൽ എനിക്കൊരു പാട്ട് തരണേ ഒരിക്കലും ചേട്ടൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സുരേഷിനെ പോലെ പ്രിയനെ പോലെയൊക്കെയുള്ള സ്വാതന്ത്ര്യമുള്ളവരോട് അവരൊക്കെ നമ്മുടെ വീട്ടിലെ അംഗങ്ങളാണ്. ഒരു കാലത്ത് ഇവരെല്ലാം വീട്ടിലെ അംഗങ്ങളായിരുന്നു.
നമ്മൾ സമയപരിമിതി മൂലം ഈ ഒരു സംസാരം ഇവിടെ ചുരുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അദ്ദേഹം ഉള്ള ഒരു സമയത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞൊരു 4 വർഷക്കാലം എങ്ങനെയാണ് ലൈഫ് എങ്ങനെയാണ് പോകുന്നത്? അതിപ്പം ഇത്രയും നേരം ഓർക്കാതിരിക്കുകയായിരുന്നു. ഇത് 4 വർഷമായി എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ശൂന്യത ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. പക്ഷേ എനിക്ക് എപ്പോഴും ആ ശൂന്യത എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എനിക്ക് ആ പ്രസൻസ് എപ്പോഴും എനിക്കെന്നല്ല എൻ്റെ മക്കളൊക്കെ തന്നെ പറയാം. നമ്മൾ ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ എല്ലാവരും പറയും. ഒരു ദിവസം ഒരാൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചുറ്റിനും ഞാൻ വരച്ച പെയിൻറ്റിൽ ചേട്ടൻ്റെ പടം വരച്ചതൊക്കെ ഉണ്ട്, ചുറ്റും ചിത്രങ്ങളാണ്. പറഞ്ഞു, ആദ്യം ഞാൻ വിചാരിച്ചു ഇവിടെയാണ് അദ്ദേഹം ഉള്ളതെന്ന്. പിന്നെ ഇപ്പോൾ ഇറങ്ങാൻ നേരത്ത് മനസ്സിലാവുന്നത് നിങ്ങളുടെ ഉള്ളിലാണുള്ളതെന്ന്. അപ്പം നമ്മുടെ ഉള്ളിലുണ്ട്, പ്രസൻസ് ഉണ്ട്, പലതും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. ഈ ചെയ്തിപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഞാനും മോനും കൂടെ ഒരു പടം, അവൻ സംഗീതം ചെയ്ത് ഞാൻ പാട്ട് എഴുതി ഒരു പടം റിലീസായി. അപ്പോൾ ഇതൊക്കെ നിമിത്തങ്ങളല്ലേ, ഇതൊക്കെ ഒരാൾ അദൃശ്യ ശക്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ട കാര്യമുണ്ടോ? ഞാനൊരു പടത്തിൻ്റെ മോൻ അഭിനയിച്ചൊരു പടമുണ്ട്, പകരം എന്ന് പറഞ്ഞിട്ട്, ശ്രീവല്ലഭൻ ഡയറക്റ്റ് ചെയ്ത്. ആ പടത്തിൽ ഞാൻ ഒരു റീറെക്കോർഡിങ്, ഞാൻ ബുൾബുൾ വായിക്കും. റീറെക്കോർഡിങ്ങിൻ്റെ കൂട്ടത്തിൽ ഞാൻ ബുൾബുൾ വായിച്ചു. അത് ശരത്ത്, അതിൻ്റെ മ്യൂസിക് എനിക്ക് ശരത്തായിരുന്നു റീറെക്കോർഡിങ്. ശരത്ത് എനിക്ക് അതിൻ്റെ ബീറ്റ് അയച്ചു തന്നു. ഞാൻ ഇതൊക്കെ ചേട്ടനില്ലാതെ എനിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാന്നിധ്യം തന്നെയാണ്, ആ പ്രസൻസ് തന്നെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. തീർച്ചയായും ആ പ്രസൻസ് ഇനിയും ഒരുപാട് ഈ ഒരു സമയത്ത് പോലും ഒരുപാട് എഴുതാനും ഇനിയും മറ്റ് കാര്യങ്ങളിലേക്ക് സമയം ചെലവഴിക്കാനും ഒക്കെ ആ ഒരു പ്രസൻസ് ഒരു എനർജി പകർന്നു നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്, ഓർമ്മകൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി.